ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു പില്ലോ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു പഴയ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വീതി 15 ഇഞ്ചിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നീളം 25 ഇഞ്ചിനാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് മാർക്ക് ചെയ്യാം. ഇല്ല ഇനിയും വലുതായിട്ട് വേണമെങ്കിൽ നിങ്ങളതുപോലെ വലുതായിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്ലോത്ത് മടക്കിയിട്ട് 2 ക്ലോത്ത് ചേർത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓരോരോ പീസായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ 15 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ടല്ലേ, ആ ഭാഗത്ത് ഇതാ ഒരു പ്രാവശ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. പില്ലോയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് വെറും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പില്ലോ ആണ് കേട്ടോ. അപ്പോൾ ഒരു എൻഡ് ഒരു പ്രാവശ്യം അങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ ഭാഗം പഴയതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ നീളം ഉള്ള ഭാഗമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എൻഡിൽ വന്ന ഉടൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് അങ്ങനെ തിരിച്ച് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി, അതായത് നമ്മുടെ താഴെ ഉള്ള ആ വീതി ഭാഗം കൂടി അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം നല്ല നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ മുകളിൽ നമ്മൾ ഒരു ഫോൾഡ് ചെയ്ത് കൊടുത്ത ആ സ്റ്റിച്ച് പോയിട്ട് ബാക്കിയുള്ള ഭാഗം എല്ലാം നമുക്ക് ക്ലോസ് ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതങ്ങനെ നിവർത്തിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ഫോൾഡ് ചെയ്ത് കൊടുത്തല്ലോ, ആ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിട്ടുന്നത്. ബാക്കിയുള്ള ഭാഗം ഫുള്ളും നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ നിറച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത്സ് ആയാലും നിറച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കോട്ടൺ എല്ലാ ക്ലോത്ത്സാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് വലിയ വലിയ പീസായിട്ടാണ് ക്ലോത്ത്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടും ഇതിനകത്ത് ഫുള്ളും നിറച്ച് കൊടുക്കാം. പില്ലോയിൽ കോട്ടൺ നിറയ്ക്കുന്നതാണ് ഒരു സുഖമുള്ളത്. ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഇതും നിറച്ച് കൊടുത്ത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നമ്മുടെ ക്ലോത്ത്സ് ആയാലും അത് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് അങ്ങ് കുത്തി നിറച്ചാൽ അത് നല്ല കട്ടിയായി പോകും. അത്രയ്ക്ക് നിറയ്ക്കാതെ ഒന്ന് ലൂസായിട്ട് കിട്ടുന്ന അളവിന് നിങ്ങൾ എന്ത് കൊടുക്കണം, അതിന് ഫുള്ളും ഒന്ന് നിറച്ച് കൊടുക്കുക. നമുക്ക് ഫുള്ളും ഒന്ന് നിറച്ചതിന് ശേഷം ഫുള്ളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കറക്റ്റാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ എത്ര ആവശ്യമെന്ന് തോന്നുന്നോ അതനുസരിച്ച് നിങ്ങൾ ഇതിനകത്ത് ക്ലോത്ത്സ് ഒന്ന് നിറച്ച് കൊടുക്കുക. എപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ആ നിറച്ച ആ ഭാഗം ഒന്ന് ഓപ്പണായിട്ട് കിടക്കുമല്ലേ, അത് നമുക്ക് ലാസ്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഓപ്പൺ ഭാഗത്ത് ഒരു സ്റ്റിച്ച് അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതങ്ങനെ മെഷീനിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ഭാഗം ആ എൻഡിൽ കൂടെ ഒരു 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നല്ലൊരു പില്ലോ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.